കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിടുപണി ചെയ്യിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ടെന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമില്ലേ ചേച്ചി? ഈ കുടുംബശ്രീയിൽ ചേരണമെങ്കിൽ നിങ്ങൾ പാർട്ടി വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം വരണം എന്ന് അതൊരു കർശന അതായത് ഭീഷണിയുടെ സ്വരമാണ്. ഇപ്പൊ സ്ത്രീകളായാലും അതിൽ ചേരുമ്പോൾ ചോദിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഈ പാർട്ടി പരിപാടിക്ക് വന്നാലേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം, സത്യസന്ധമായി പറഞ്ഞാൽ CPM-നെ ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കുന്നത് CPM-ന്റെ PR ആണ്. നവകേരള സദസ് സർവേക്ക് മുമ്പേ ഇവരുടെ പേരിന്റെ കൂടെ തന്നെ ഒരു നവകേരളം ഉള്ളപ്പോഴേ മനസ്സിലാക്കണം ഇത് PR പ്രോഗ്രാം ആണ്. കാരണം നവകേരള സദസ് നടത്തിയിരുന്നു, കേരളീയം, ഇതൊക്കെ സത്യത്തിൽ പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് സർക്കാരിന്റെ PR നടത്തിയതാണ്. അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ PR ആയിരുന്നില്ലേ ചെയ്തത്? CPM-നോ LDF-നോ എതിരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിയെ തകർക്കാനാണ് ഇവർ, ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ അത് ഇനി കോടതിയാവട്ടെ. ഒരു കാര്യം ചോദിച്ചതിന്റെ ഇടയിൽ, ഈ പാർട്ടിന് എന്താണ് തകരാനുള്ളത്? അതവിടെ നിൽക്കട്ടെ, തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷെ അതിപ്പോ ഇനി കോടതിയാണ് ഈ പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചാൽ അതിനും ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനം കോടതിയും ഈ പാർട്ടിയെ തകർക്കാൻ പോവുകയാണ് എന്നതായിരിക്കും. തകരാൻ വേണ്ടിയിട്ട് ഈ ചോദിച്ചതുപോലെ എന്താണ് ഇനി അതിനകത്തുള്ളത് എന്നത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോ നവകേരള സർവേ എന്ന് പറഞ്ഞ് നൈസായിട്ടൊരു PR വർക്ക് ഈ സർക്കാർ ചെലവിൽ CPM നടത്താൻ പ്ലാൻ ഇട്ടു. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സർക്കാർ ചെലവിൽ സ്വന്തം PR വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒന്നാം പിണറായി സർക്കാർ മുതൽ തന്നെ ഓരോ കാര്യത്തിനും ഈ പാർട്ടി പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതെല്ലാം ഈ സർക്കാർ ഖജനാവിൽ നിന്നാണ്. ഇതിനിടയ്ക്ക് ഒരു പദ്ധതി ഇട്ടായിരുന്നു, തിയേറ്ററുകളിൽ ഇവരുടെ വീഡിയോ പ്രദർശിപ്പിക്കാൻ PR വർക്കുമായി ബന്ധപ്പെട്ട്. നവകേരള സദസ് സർവേക്ക് മുമ്പേ ഇവരുടെ പേരിന്റെ കൂടെ തന്നെ ഒരു നവകേരളം ഉള്ളപ്പോഴേ മനസ്സിലാക്കണം ഇത് PR പ്രോഗ്രാം ആണ്. കാരണം നവകേരള സദസ് നടത്തിയിരുന്നു, കേരളീയം, ഇതൊക്കെ സത്യത്തിൽ പൊതു ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ട് സർക്കാരിന്റെ PR നടത്തിയതാണ്. അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ PR ആയിരുന്നില്ലേ ചെയ്തത്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാൻ പ്രത്യേകിച്ച് അതിനൊരു സർവേ നടത്തേണ്ട ആവശ്യമുണ്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആൾക്കാർ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു സംസ്ഥാനമാണിതെന്ന് CPM ആവർത്തിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിനു വേണ്ടി ഇവർ ചെലവാക്കാൻ ഉദ്ദേശിച്ചത് 20 കോടി രൂപയാണ്. പൊതു ഖജനാവിൽ നിന്ന് എടുക്കുന്ന 20 കോടി രൂപയാണ്. 80 ലക്ഷം വീടുകളാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഈ പറയുന്ന പോലെ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 80 ലക്ഷം വീടുകൾ, കോളേജിലെ വിദ്യാർത്ഥികൾ, അതുപോലെ ഒരു ടീം ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സർക്കാരിനെ വിലയിരുത്തുക. എങ്ങനെയായിരുന്നു സർക്കാരിന്റെ പ്രവർത്തനം, സർക്കാർ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, തൃപ്തരാണോ, അഭിപ്രായങ്ങൾ, ഒരു സർവേ, കറക്റ്റ് പറഞ്ഞ ഒരു സർവേ വീട് വീടാന്തരം കയറി 80 ലക്ഷം വീടുകൾ ലക്ഷ്യം വെച്ച് ചെയ്യുന്നു. ചേച്ചി ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ സർവേ പുറത്തു വരുമ്പോൾ 80 ലക്ഷം വീട്ടിൽ കയറുമ്പോൾ ഇവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇനി വേണ്ടത്. അതായിരിക്കും അവരുടെ പ്രകടന പത്രികയിൽ അവർ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പണം എവിടെ നിന്നാണ്? ഈ 20 കോടി രൂപ ഇവർ എടുക്കുന്നത് പൊതു ഖജനാവിൽ നിന്നാണ്. ആദ്യം മുതലേ പ്രതിപക്ഷം പറയുന്നുണ്ട് ഈ പറയുന്ന രീതി അല്ലെങ്കിൽ ഈ സർവേ കേരളത്തിൽ നടത്താൻ പറ്റില്ല, ഇത് അഴിമതിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ പ്രതിപക്ഷ നേതാവടക്കം പറയുന്നു. തൊട്ടു പിന്നാലെയാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അലോഷ്യസ് സേവിയറും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് മുബാസും കൂടി ഹൈക്കോടതിയിൽ ഹർജി പോകുന്നു. അവരുടെ ഹർജിയിലാണ് ഇപ്പൊ പരിഗണിച്ചത്. അവരുടെ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഇത് ശരിയാണ്, പൊതു ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് PR ചെയ്യാനാകില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ രൂക്ഷമായി മറ്റൊരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ധനകാര്യ ബില്ല് അല്ലെങ്കിൽ ധനകാര്യത്തിന്റെ അനുമതി കിട്ടാത്ത ഒരു സർവേ എങ്ങനെയാണ് പാർട്ടിക്കാരറിഞ്ഞത്? ഇപ്പൊ ധനകാര്യ അനുമതി കിട്ടിയാൽ മാത്രമല്ല അത് സർക്കാരിന്റെ പദ്ധതിയാകും. ഈ സർക്കാരിന് പോലും അനുമതി കിട്ടാത്ത ഈ സർവേ എങ്ങനെയാണ് CPM-കാർ ഇതിന് മുന്നേ അറിഞ്ഞത്? അപ്പൊ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞു സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത് കനത്ത തിരിച്ചടിയാണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. കാര്യം ശരിയാണല്ലോ. ഈ പറഞ്ഞ പോലെ എന്തടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇവര് ബോർഡ് വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബോർഡ് വെച്ചിരിക്കുന്ന ആരുടെ പൈസയ്ക്കാ? അതും സർക്കാർ ചെലവിൽ തന്നെയാണ്. ഇവര് കാണിക്കുന്ന എല്ലാ PR-ഉം ആരുടെ പൈസയ്ക്കാ? സർക്കാർ ചെലവ്. CPM അത്ര ദരിദ്രമായി പോയോ? അതാണ് CPM-ന് അത്രത്തോളം പൈസ ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ ശബരിമല എന്നൊക്കെ കുറെ കിട്ടിയില്ലേ, നടത്താത്ത ഭജനയുടെ പൈസ വരെ ഇല്ലേ? ഇവരെന്തിനാണ് നമ്മുടെ സർക്കാർ തന്നെ പറയുന്നുണ്ട് ഖജനാവ് കാലിയാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഈ പാർട്ടി ഫണ്ടും ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് ഇവർ മുക്കി കാണുമോ? കാരണം രക്തസാക്ഷി ഫണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടും ഉൾപ്പെടെ ഇവർ മുക്കിയവരാണ്.
സർക്കാർ ചെലവിൽ ഈ പരിപാടികൾ നടത്തുക, എന്നിട്ട് പാർട്ടി ഫണ്ടും അടിച്ചു മാറ്റുക എന്നുള്ള എന്തെങ്കിലും ദുരുദ്ദേശം എന്റെ പിന്നിൽ ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ആലോചിക്കേണ്ടിയുണ്ട്. ചിലപ്പോ അങ്ങനെ ആകാം. കാര്യം CPM ആണ്, അവരെന്ത് കള്ളത്തരം കാണിക്കുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിടുപണി ചെയ്യിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ടെന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ ചേച്ചി? അല്ല, ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട് മുതൽ ആ ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്ത് പോലും അതില് ആൾക്കാരെ നിങ്ങൾ പാർട്ടി പരിപാടിക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിൽ ചേരുന്ന ഈ കുടുംബശ്രീയിൽ ചേരണമെങ്കിൽ നിങ്ങൾ പാർട്ടി വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം വരണം എന്ന് അതൊരു കർശന അതായത് ഭീഷണിയുടെ സ്വരമാണ്. ഇപ്പൊ സ്ത്രീകളായാലും അതിൽ ചേരുമ്പോൾ ചോദിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ഈ പാർട്ടി പരിപാടിക്ക് വന്നാലേ നിങ്ങൾക്ക് ലോൺ കിട്ടുള്ളൂ. അല്ല, ഈ രീതിയിലാണ് ആൾക്കാർ അവർ ഡീൽ ചെയ്യുന്നത്. അല്ല, തൊഴിലുറപ്പുകാരോട് ഇതേ സമീപനമായിരുന്നില്ലേ? ജോലിക്ക് വരണമെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ CPM-ന്റെ പരിപാടിക്ക് പോകണമെന്ന്. ഇവർക്ക് അത്രയ്ക്ക് ആളില്ലയോ? അപ്പൊ ഈ പാർട്ടി അത്രത്തോളം അധപ്പതിച്ചില്ലേ? ഇവർക്ക് PR ഒന്നാമത്തെ കാര്യം, സത്യസന്ധമായി പറഞ്ഞാൽ CPM-നെ ഇത്രയും നാശത്തിൽ കൊണ്ടെത്തിക്കുന്നത് CPM-ന്റെ PR ടീമാണ്. ഈ PR ചെയ്യാതിരുന്നെങ്കിൽ പിന്നെ കുറച്ചുകൂടെ മാനം കിട്ടുമായിരുന്നു. സത്യം, ഈ ഓരോ തവണയും CPM-നെ തിരിഞ്ഞു കുത്തിയത് എന്താ? CPM-ന്റെ PR ആണ്. അത് കൃത്രിമമായി ചെയ്യുന്നത് കൊണ്ടാണ്. ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവർ ചെയ്തത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ PR-ന് ദോഷം വരില്ല. ഇത് ഇല്ലാത്ത കാര്യങ്ങളെ, അതായത് ചെയ്തത് കക്കലും മുക്കലും ആണെങ്കിലും അതിനെ ഇവർ വളച്ചൊടിച്ച് ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് ആൾക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇവർക്ക് പാളിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസം ആ പരിപാടിക്കിടയിൽ കൊണ്ട് പൈസ കൊടുക്കുന്നു, സമ്മാനം തിരിച്ചു കൊടുക്കുന്നു. ഇത് അവർക്ക് വിശ്വസ്തരായ ഏതെങ്കിലും ഇരുകവി അറിയാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ ഇത് ഇത്ര അത് ആൾക്കാരുടെ മുന്നിൽ വരുന്ന നാണം കെടില്ലായിരുന്നു. അതേസമയം കൃത്രിമമായിട്ട് ഒരാളോട് നിങ്ങൾ പൈസ കൊടുക്കുക തിരിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു ചെയ്യിച്ചതുകൊണ്ടാണ് അത് പാളിപ്പോയത്. അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ചെയ്തത് മാത്രം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, എങ്കിൽ ഈ പ്രശ്നം വരില്ല. യഥാർത്ഥത്തിൽ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവതരിപ്പിക്കാൻ പറ്റൂ. അതാണ് CPM അല്ലെങ്കിൽ അതാണ് സർക്കാരിന്റെ അവസ്ഥ. ചേച്ചി, എന്ത് കാര്യത്തിലാണ് അവർക്ക് ഒരു ശക്തമായ നിലപാടുള്ളത്? ചേച്ചി ഒരു വിഷയം ചേച്ചി പറഞ്ഞാൽ മതി. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പോലും ഇപ്പോൾ അവരുടെ നിലപാട് അതിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്താണ് അവൾക്കൊപ്പമാണോ? അവനൊപ്പം എന്ന് വേണം ഇനി ടൈറ്റിൽ കൊടുക്കാൻ. അല്ല, അവനൊപ്പം ഒന്നും പറയാൻ പറ്റില്ല. ഏതവനൊപ്പമായിരിക്കും? ഒന്നുമല്ല, ഞങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊപ്പം എന്ന് മാത്രം അവർ എഴുതിയാൽ മതി. പക്ഷെ തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന അടികൾക്ക് ഒരു കയ്യും കണക്കില്ല. പക്ഷെ ഇതുവരെ ആ ഡയലോഗ് വന്നില്ല. കോടതി ഇപ്പൊ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കും. സാധാരണ ഇതിൽ വരേണ്ട സമയം അതിന് ഇതുവരെ വന്നില്ല. കാരണം ഹൈക്കോടതിയുടെ ശാസന നിരവധി പ്രശ്നങ്ങൾ, നിരവധി കേസുകളിലാണ് ഇവർ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം, ഇപ്പതാ നവകേരള സദസ്, എല്ലാത്തിനും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്രത്തോളം എല്ലാ ഇതിലും പ്രതികൂട്ടിൽ നിൽക്കുകയാണ് ഈ സർക്കാർ.